നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആകെ തകർന്നിരിക്കുവാണോ? എന്ത് ചെയ്യണമെന്നറിയാതെ എന്തൊക്കെ ചെയ്തിട്ടും ഒന്നും ശരിയാകാത്ത അവസ്ഥയിലാണോ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കാൻ പോവാണ്. നിങ്ങളുടെ എല്ലാ പേടിക്കും സ്ട്രെസ്സിനും ആശ്വാസമായിട്ട് ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ശ്രീകൃഷ്ണൻ പറഞ്ഞ 5 പ്രധാന വാക്കുകളാണ്. ശ്രീകൃഷ്ണനും ഇന്ത്യൻ സൈക്കോളജിയും തമ്മിൽ നല്ല ബന്ധമുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ മഹാഭാരത യുദ്ധത്തിന്റെ സമയത്ത് അർജുനൻ ആകെ സ്റ്റക്കായിട്ട് നിന്ന സമയം, ചുറ്റും സ്നേഹിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യണം എന്നറിയാതെ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് അർജുനന്റെ തെറപ്പിസ്റ്റ് ആയിട്ട് ശ്രീകൃഷ്ണൻ അവിടെ വരികയാണ്. അവിടെ ശ്രീകൃഷ്ണൻ മോട്ടിവേഷൻ കൊടുക്കുകയല്ല ചെയ്യുന്നത്, ക്ലാരിറ്റി കൊടുക്കുവാണ്. ഇതുപോലെ തന്നെയാണ് നമ്മളുടെ ജീവിതവും. പലപ്പോഴും നമ്മുടെ ജീവിതം ഒരു യുദ്ധം പോലെയാണ്. പോരാടിയ മതിയാകും എന്ന് അറിയാം, എന്നാൽ പോരാടാനുള്ള ശക്തി പോലും നമുക്കുണ്ടാവാറില്ല. നമ്മളുടെ ചുറ്റും നിൽക്കുന്ന, നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാർ പോലും പലപ്പോഴും നമ്മൾക്ക് എതിരെ നിൽക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് ജീവിതം തന്നെ മടുത്തു പോകാം. സോ ഇന്ന് ശ്രീകൃഷ്ണൻ പറഞ്ഞ ഈ വാക്കുകൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ശക്തി തരും. അപ്പോ അതിൽ ആദ്യത്തെ വാക്കാണ്, തൻ മനസ്സിനെ ജയിച്ചവന് മനസ്സാണ് സുഹൃത്ത്, എന്നാൽ തൻ മനസ്സിനെ ജയിക്കാത്തവന് അതേ മനസ്സാണ് ശത്രുവായി മാറുന്നത്. നിങ്ങളുടെ മനസ്സാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സുഹൃത്തും നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവും. നിങ്ങൾക്കൊരു കാര്യം അറിയോ, നമ്മളുടെ മനസ്സ് പലപ്പോഴും നമ്മളെ ട്രിക്ക് ചെയ്യാറുണ്ട്. ഒരേ കഷ്ടപ്പാടിലൂടെ കടന്നു പോകുന്ന 2 ആൾക്കാര് 2 രീതിയിലായിരിക്കും കാര്യങ്ങൾ കാണുന്നത്. ഒരാൾ ചിലപ്പോൾ മനസ്സിലാക്കും എല്ലാം തീർന്നു, ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്ന്. മറ്റേയാൾ ചിലപ്പോൾ ഈ പ്രശ്നങ്ങളെ ഒരു പാഠമാക്കി മാറ്റുകയും അതുപോലെ തന്നെ എന്തായാലും ഇത് സംഭവിച്ചു, ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയോടെ മുമ്പോട്ട് പോവുകയും ചെയ്യും. ഇവിടെ വ്യത്യാസം എന്താണെന്നറിയോ, നമ്മൾ ഓരോരുത്തരും കാണുന്ന കാഴ്ചപ്പാട്. നമ്മൾ നമ്മുടെ ജീവിതത്തെ എങ്ങനെ കാണുന്നു, അല്ലെങ്കിൽ നമ്മളുടെ ചിന്ത എങ്ങനെയാണോ അങ്ങനെയായിരിക്കും നമ്മളുടെ ജീവിതം മുഴുവനും. ഇത്രയും നാളുകളെ നമ്മുടെ ജീവിതത്തെ പറ്റി നമ്മൾ ഓർക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരാൻ പോകുന്നത് കൂടുതലും നെഗറ്റീവായ ഒരു കാര്യമായിരിക്കും. ഇവിടെ ശ്രീകൃഷ്ണൻ ഒരു കാര്യം പറയുന്നുണ്ട്, അതിങ്ങനെയാണ്: സുഖവും ദുഃഖവും ഒരുപോലെ കാണുന്ന ധീരനായ മനുഷ്യന് ഈ സുഖദുഃഖങ്ങൾ വ്യസനിപ്പിക്കില്ല, അല്ലാത്തവർ മോക്ഷത്തിന് യോഗ്യരല്ല. ഇവിടെ മോക്ഷം എന്ന് ഉദ്ദേശിക്കുന്നത് ഫ്രീഡം. ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വാക്കാണ്. നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തെ പറ്റി പലപ്പോഴും ചിന്തിക്കുമ്പോഴും എപ്പോഴും നമ്മൾ കാണാൻ പോകുന്നത് പ്രശ്നങ്ങൾ മാത്രമാണ്. നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സങ്കടവും ഉണ്ടായിട്ടുണ്ട്, എന്നാൽ ഏറ്റവും കൂടുതൽ ചിന്തിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒരേ ചോദ്യമുള്ളൂ, എന്റെ ജീവിതത്തിൽ മാത്രം എന്താ എപ്പോഴും ഇങ്ങനെ, എനിക്ക് മാത്രം എന്താ എപ്പോഴും ഇങ്ങനെ. അങ്ങനെ നമ്മൾ ഈ ചിന്തകൾ നമ്മളെ ഒരുപാട് കഷ്ടപ്പെടുത്താറുണ്ട്. നമ്മളുടെ മനസ്സാണ് നമ്മളുടെ ഏറ്റവും വലിയ ശത്രുവും സുഹൃത്തും എന്ന് ഞാൻ പറഞ്ഞില്ലേ. നമ്മൾ എങ്ങനെയാണോ ഓരോ കാര്യങ്ങളും ചിന്തിക്കുന്നത് അതുപോലെ ആയിരിക്കും നമ്മളുടെ ജീവിതവും. എപ്പോഴും ഈ കാര്യം ഓർത്തിരിക്കുക, ഇമോഷൻസ് വിൽ കം ആൻഡ് ഗോ. നമുക്ക് വരുന്ന ഓരോ വികാരവും അത് കടന്നു പോകും. ഇന്ന് ഇപ്പോൾ നിങ്ങൾ ഹൃദയം തകർന്നിരിക്കുവാണെങ്കിൽ പോലും നാളെ നിങ്ങൾ ഓക്കെ ആകുന്ന സമയം വരും. സ്ട്രോങ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ 2 സാഹചര്യത്തിലും ഒരേപോലെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുമെന്നാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ മനസ്സ് നമ്മളെ പറ്റിക്കും. അതായത് എന്റെ ജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള ചിന്ത ഗുണം തരും. ശരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കണം, നമ്മളുടെ ലൈഫിൽ സന്തോഷിപ്പിക്കുന്ന ദിനങ്ങൾ ഉണ്ടായിട്ടില്ലേ? നമ്മളുടെ ലൈഫിൽ നല്ല ദിവസങ്ങൾ ഉണ്ടായിട്ടില്ലേ? അതുപോലെ തന്നെ മനസ്സിലാക്കുക, എല്ലാ സൂര്യാസ്തമയത്തിന് ശേഷവും സൂര്യോദയം ഉണ്ടെന്ന് പറയുന്നത് പോലെ ഇപ്പോൾ നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ സന്തോഷിക്കുന്ന ദിവസങ്ങളും ഉറപ്പായിട്ടും വരും. ഇനി നമ്മുടെ ജീവിതത്തിൽ വരുന്ന പേടി, ടെൻഷൻ ഒക്കെ മാറ്റാനുള്ള ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വാക്കുണ്ട്. കൃഷ്ണൻ പറയുന്നത് ഇങ്ങനെയാണ്: നിനക്ക് പ്രവർത്തിക്കാനുള്ള അവകാശം മാത്രമുണ്ട്, ഫലങ്ങളിലല്ല. പ്രവൃത്തിയുടെ ഫലം നിനക്ക് കിട്ടിയാലും ഇല്ലെങ്കിലും അതിൽ നിനക്ക് ഒരു അവകാശവുമില്ല. അതുപോലെ പ്രവർത്തിക്കാതിരിക്കുകയും അരുത്. അതായത് നമ്മളുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും കാരണം നമ്മൾ എന്താകും എന്നുള്ള ചിന്ത കൊണ്ടാണ്. ഇവിടെ ശ്രീകൃഷ്ണൻ നമ്മളോട് പറയുന്നത്, ഡിറ്റാച്ച് യുവർ സെൽഫ് ഫ്രം ദ റിസൾട്ട്. ജീവിതത്തിൽ നമുക്ക് വരുന്ന പല പേടികളും ഞാൻ എന്ത് ചെയ്യും എന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ഇത് ചെയ്താൽ എന്ത് സംഭവിക്കും എന്നുള്ളത് കൊണ്ടായിരിക്കും. അതായത് ഒരു എക്സാം എഴുതാൻ പോകുന്ന കുട്ടിക്ക് തോൽക്കുമോ എന്നുള്ള പേടി ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഉറപ്പായിട്ടും പ്രോപ്പറായിട്ട് പഠിക്കാൻ പറ്റില്ല. പേടി കാരണം തന്നെ ആ എക്സാമിന് തോൽക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇന്റർവ്യൂവിന് പോകുന്ന ഒരാൾക്ക് പേടി ഉണ്ടാകും. ഇതിന്റെ കാരണവും നമ്മൾ റിസൾട്ടിനെ പറ്റി ചിന്തിക്കുന്നത് കൊണ്ടാണ്. ഞാൻ ഇന്റർവ്യൂവിന് തോറ്റു പോകുമോ എന്നുള്ള ടെൻഷൻ. ആൻഡ് ഈ ടെൻഷൻ നമ്മളുടെ പേടിയും വെപ്രാളവും കൂട്ടുകയും പലപ്പോഴും ഇന്റർവ്യൂ നമുക്ക് പ്രോപ്പറായിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പോലും പറ്റാതെയാകുന്നു. ഇവിടെ ശ്രീകൃഷ്ണൻ നമ്മളോട് പറയുന്ന കാര്യം എങ്ങനെയാണ്, ഫലത്തിലല്ല പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. എന്താകും എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളതായിരിക്കണം. നിങ്ങൾ എന്താണോ ചെയ്യേണ്ടത് അത് നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്യുക എന്നുള്ളത്.
ജീവിതത്തിൽ എന്ത് സംഭവിക്കും, ഇത് ചെയ്താൽ ഇങ്ങനെ സംഭവിക്കുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുവാണെങ്കിൽ നമ്മൾക്ക് എവിടെയും എത്താൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ ഒരുപാട് ചിന്തിച്ച് നമ്മൾ എപ്പോഴും ഒരു സമാധാനമില്ലാത്ത അവസ്ഥയിലായിരിക്കും. ആൻഡ് എപ്പോഴും ഓർത്തിരിക്കുക, പേടിയുള്ള സമയത്ത് നമ്മളുടെ ബ്രെയിൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. പേടിയുള്ള സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ട് ചിന്തിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക, എന്ത് സംഭവിക്കും എന്ന് ചിന്തിക്കുന്നതിന് പകരം ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ചെയ്യാം. ഇതാണ് ഇവിടെ ശ്രീകൃഷ്ണൻ നമ്മളോട് പറയുന്നത്. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വരിയാണ്. അതുപോലെ തന്നെ വളരെ പവർഫുൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് നിങ്ങളുടെ മനസ്സിൽ ആവർത്തിച്ച് പറയാൻ പറ്റുന്ന ഒരു വാക്ക് കൂടിയാണ്. സോ അത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയുകയാണ്. പല സമയത്തും നമ്മൾക്കുണ്ടാകുന്ന പേടികൾ ചിലപ്പോൾ നമ്മുടെ ചെറുപ്പകാലം മുതലേ ഉണ്ടായതായിരിക്കാം. ചിലപ്പോൾ നമ്മൾക്കുണ്ടാവുന്ന ഈ ഓവർ തിങ്കിങ്, ഈ ടെൻഷൻ എന്നൊക്കെ പറയുന്നത് നമ്മളുടെ പല എക്സ്പീരിയൻസ് വഴിയും നമുക്കുണ്ടായി ഇതൊരു പാറ്റേൺ ആയി മാറിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങളെ ഒരു സൈക്കോളജിസ്റ്റിന് ഉറപ്പായിട്ടും ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ലൈഫിനെ കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ അവർക്ക് സഹായിക്കാനും പറ്റും. ഞാൻ ഒരു സൈക്കോളജിസ്റ്റ് ആണ്. സോ നിങ്ങൾക്ക് ഒരുപാട് പേടിയുണ്ട്, എത്ര ശ്രമിച്ചിട്ടും മാറ്റാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു സൈക്കോളജിസ്റ്റിന്റെ ഹെൽപ്പ് തേടാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്റെ അടുത്ത് നിന്ന് ഓൺലൈൻ കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ താഴെ കമന്റ് ബോക്സിൽ ഒരു ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അത് ഫിൽ ചെയ്താൽ മാത്രം മതി, ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഇനി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അതുപോലെ തന്നെ വളരെ പവർഫുൾ ആയിട്ടുള്ള വാക്കാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഒരുപാട് ആൾക്കാർ ഇത് കേട്ടിട്ടുണ്ടാകും. ഇത് നമ്മൾ യഥാർത്ഥമായി മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നടന്നതെല്ലാം നല്ലതിനാണ് സംഭവിച്ചത്. ഇപ്പോൾ നടക്കുന്നതും നല്ലതിനാണ്. ഇനി സംഭവിക്കുന്നതും നല്ലതിനായിരിക്കും. ജീവിതത്തിൽ ഒരുപാട് ആൾക്കാരും കൂടുതലും സ്റ്റക്കായി പോകുന്നത് അവരുടെ പാസ്റ്റിനെ ഓർത്തുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എന്താകും എന്നുള്ള ചിന്തയായിരിക്കും. പക്ഷെ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ നമുക്ക് ഫോക്കസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ കൂടുതലും നമ്മുടെ ചിന്തയിലുമായിരിക്കും. പലപ്പോഴും പല ആൾക്കാർക്കും പാസ്റ്റിനെ ഓർത്ത് റിഗ്രറ്റും ഉണ്ടാകും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ശരിയാകില്ല അല്ലെങ്കിൽ ചീത്ത എന്ന് വിചാരിച്ച പല കാര്യങ്ങളും ഇന്ന് നമുക്ക് നല്ലതായി മാറിയിട്ടുണ്ടാവാം. ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടായ വിഷമങ്ങൾ അല്ലെങ്കിൽ ബ്രേക്കപ്പ്, അന്ന് അത് ഒട്ടും താങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നെങ്കിലും ഇന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവാം ആ ബ്രേക്കപ്പ് അല്ലെങ്കിൽ അന്നുണ്ടായ പ്രശ്നം ഇന്ന് നിങ്ങൾ ഒരുപാട് സ്ട്രോങ് ആക്കിയിട്ടുണ്ടെന്ന്. ഇതുപോലെ നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും പണ്ട് സംഭവിച്ച ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ നല്ലതിനായിട്ടുണ്ടാകുമെന്ന്. അങ്ങനെയുള്ള എന്തെങ്കിലും സാഹചര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമന്റ് ചെയ്യാവുന്നതാണ്. കാരണം അത് ചിലപ്പോൾ ഒരുപാട് ആൾക്കാരെ സഹായിക്കാം, അത് ചിലപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് മോട്ടിവേഷൻ കൊടുക്കാം. ഇനി അവസാനമായിട്ട് പറയുന്നത് ഇതാണ്, ശ്രീകൃഷ്ണൻ കൂടുതലും പറഞ്ഞൊരു വാക്കാണ് ധർമ്മം എന്നത്. അതായത് ഇന്നർ പേർപ്പസ്, ജീവിതത്തിൽ നമുക്കൊരു ലക്ഷ്യമുണ്ടാകുക എന്നുള്ളത്. പല ആൾക്കാർക്കും ജീവിതത്തിൽ ഒരു ലക്ഷ്യമില്ല എന്നുള്ളതാണ് സത്യം. എന്തിന് ഞാൻ ജീവിക്കണം, എന്തിനു വേണ്ടി ഞാൻ ജീവിക്കണം എന്നുള്ളത് അതൊരിക്കലും ഒരു വ്യക്തിയോ ഒരു വസ്തുവോ ആയിരിക്കരുത്. കാരണം വ്യക്തിയാണെങ്കിലും വസ്തുവാണെങ്കിലും എപ്പോൾ വേണമെങ്കിലും നമുക്ക് നഷ്ടമാകാം. അങ്ങനെ വ്യക്തിയോ വസ്തുവോ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾക്ക് ജീവിതത്തോട് മടുപ്പ് തോന്നും, അല്ലെങ്കിൽ ഞാൻ ഇനി എന്തിനു ജീവിക്കണം എന്ന് തോന്നും. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഏറ്റവും വലിയ കാര്യം ഇതാണ്, എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? ഇത് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തി കഴിഞ്ഞാൽ ജീവിതത്തിന് നമുക്ക് അർത്ഥം തോന്നാൻ തുടങ്ങും. ഞാൻ ശ്രീകൃഷ്ണനും നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഇത് തന്നെയാണ്. പലപ്പോഴും നമ്മളുടെ ചിന്തകൾ നമ്മളെ പറ്റിക്കാം. ഓരോ സാഹചര്യത്തെ നമ്മൾ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നനുസരിച്ചിരിക്കും നമ്മളുടെ ജീവിതവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, ഈ അവസ്ഥയും കടന്നു പോകും. നമ്മളുടെ മനസ്സിനെ നമ്മൾ ട്രെയിൻ ചെയ്ത് ശക്തമാക്കുകയാണെങ്കിൽ, നമ്മൾ കാണുന്ന കാഴ്ചപ്പാടുകളിൽ മാറ്റം കൊണ്ടുവരികയാണെങ്കിൽ നമ്മളുടെ ലൈഫ് അതിമനോഹരമാകുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങളെ സഹായിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാവർക്കും എന്റെ ഹാപ്പി വിഷു.